അസ്സലാമു അലൈക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു പരാമർശം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെയും അടിസ്ഥാന തത്വസംഹിതകളെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ ഏറ്റവും അബദ്ധജടിലവും ഭീകരവുമായ ഒരു വിശ്വാസമാണ് ഹുക്കൂമത്തെ ഇലാഹി, ഹാക്കിമിയത്ത് അഥവാ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. ആ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്കാർ പിൻവലിച്ചു എന്നും ആ വാദം ഇന്നവർ പറയുന്നില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഹുക്കൂമത്തെ ഇലാഹി അവർ പിൻവലിച്ചാൽ അവരുടെ പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യപ്പെട്ട നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രം അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നാണ് ഇദ്ദേഹം പച്ചയായി തുറന്നു പറയുന്നത്. ഈ പറയുന്ന വാദം ജമാഅത്തെ ഇസ്ലാമി പിൻവലിച്ചുവെങ്കിൽ അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്?